എല്ലാവർക്കും വലിയ പെൻസിൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ വീഡിയോ കൊണ്ട് നല്ലോണം പഠിക്കണം കേട്ടോ. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്ററാണ്. അതിന് നമ്മൾ കഴിഞ്ഞ വർഷം 9th സ്റ്റാൻഡേർഡിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്കിതിലേക്ക് പറയാം. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചത് ആറ്റത്തിനെ പറ്റിയാണ് പഠിച്ചത്. ആറ്റത്തിനെ പറ്റിയും അതിൻ്റെ ഷെൽസിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചത്. ആ ഷെല്ലിനകത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതുന്നതെന്ന് നമ്മൾ പഠിച്ചു. അത് നമ്മൾ പുതിയതായിട്ട് ഈ വർഷം സബ്ഷെൽ എന്ന് പറയുന്ന പുതിയ ഒരു കാര്യം കൂടി പഠിക്കാൻ പോവുകയാണ്. അതായത് ഷെല്ലിനകത്തുള്ള സബ്ഷെല്ലുകളെ പറ്റി. അതിനു മുമ്പ് ആറ്റം എന്താണെന്നുള്ളത് നമ്മൾ ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയാം. ആറ്റം എന്ന് പറയുന്നത് സെന്റർ ഭാഗം പോസിറ്റീവ് ചാർജുള്ള ചുറ്റും ഷെല്ലുകളുള്ള ഒരു രൂപത്തിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തിന് പോസിറ്റീവ് ചാർജ് ആണെന്നും അതിന് ന്യൂക്ലിയസ് ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആറ്റത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നാമത്തെ ഷെല്ല് കെ ഷെല്ലാണ്, അടുത്തത് എൽ ഷെല്ലാണ്, അടുത്ത എം ഷെല്ലാണ്. ഇങ്ങനെ പോകുന്നു ഷെല്ലുകളുടെ എണ്ണം. അടുത്തത് എൻ ഷെല്ല് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. കെ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. അപ്പൊ ഇങ്ങനെയാണ് ഷെല്ലുകൾ പോകുന്നത്. ഏറ്റവും സെൻട്രൽ ഭാഗം എന്താണ്? പോസിറ്റീവ് ചാർജാണ്. പ്രോട്ടോൺസ് എല്ലാം അവിടെ ഇരിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു എന്ന് പഠിച്ചു. എന്ന് പറഞ്ഞാൽ ഷെല്ലുകൾ റിവോൾവ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അപ്പൊ ആറ്റത്തിന്റെ സെൻട്രൽ ഭാഗമായ ന്യൂക്ലിയസിൽ നിന്ന് അകന്നു പോകും തോറും എന്താണ്? ഷെല്ലുകളുടെ ചാർജ് എനർജി കൂടി വരുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ചിട്ടുണ്ട്. അപ്പം ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് അകന്നു പോകും തോറും ആറ്റത്തിന്റെ ഷെല്ലുകളുടെ എനർജി കൂടി വരുന്നു. അതിനാൽ ഷെല്ലുകളുടെ ഇരിക്കാനുള്ള കപ്പാസിറ്റിയും കൂടി വരുന്നു. അതായത് കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ മാത്രമേ ഇരിക്കാൻ സ്പേസ് ഉള്ളുവെങ്കിൽ എൽ ഷെല്ലിൽ അതിനേക്കാളും കൂടുതൽ 8 ഇലക്ട്രോൺ ഇരിക്കാൻ പറ്റും. അതിന് എം ഷെല്ലാകുമ്പോൾ 18 ഇലക്ട്രോണും എൻ ആകുമ്പോൾ 32 ഇലക്ട്രോൺസും ഇരിക്കാൻ പറ്റും. അങ്ങനെ അതിന്റെ സൈസ് അല്ലെങ്കിൽ അതിന്റെ എനർജി ഇങ്ങനെ കൂടി വരുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെയാണ് പുതിയ രീതിയിലേക്ക് സബ്ഷെല്ലുകൾ എങ്ങനെയാണെന്ന് പറയുന്നത് നോക്കാം. ഈ ഷെല്ലുകൾക്കകത്ത് സബ്ഷെല്ലുകളുണ്ട്. ഷെല്ലുകളിൽ നമ്മൾ ഈ കെ ഷെല്ല് എന്ന് പറയുന്ന കെ നമ്മൾ റൂമായിട്ട് എടുക്കുവാണെങ്കിൽ, ഒരു വീടായിട്ട് എടുക്കുവാണെങ്കിൽ, ഒരു ഹൗസായിട്ട് എടുക്കുവാണെങ്കിൽ അതിനകത്ത് വരുന്ന സബ്ഷെല്ലുകളെ അതിനകത്ത് മുറികളായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഈ നമ്മുടെ ഇലക്ട്രോണുകൾ ഇരിക്കുന്നത് ആ മുറികളിലായിരിക്കും. കെ എന്ന് പറയുന്നത് 1ാമത്തെ ഷെല്ലാണ്, എൽ എന്ന് പറയുന്നത് 2ാമത്തെ ഷെല്ല്, എം 3ാമത്തെ ഷെല്ല്, എൻ 4ാമത്തെ ഷെല്ല്, 4th ഷെല്ല്. ഇങ്ങനെയാണ് ഷെല്ലുകൾ പോകുന്നത്. അപ്പം കെ എന്ന് പറയുന്ന 1ാമത്തെ ഷെല്ലിന്റെ നമ്പർ 1 ആണ്. അതിനാൽ അതിനകത്ത് ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ. എൽ എന്ന് പറയുന്നത് നമ്പർ 2 ആണ്. അതിന് 2 സബ്ഷെല്ലുകളുണ്ട്. എമ്മിന്റെ നമ്പർ 3 ആണ്, 3 സബ്ഷെല്ലുകളുണ്ട്. എൻ എന്ന് പറയുന്ന 4 ആണ്, 4 സബ്ഷെല്ലുകളുണ്ട്. പ്രധാനപ്പെട്ട സബ്ഷെല്ലുകൾ ഏതാണെന്ന് നമ്മളൊന്ന് പറയാം. പ്രധാനപ്പെട്ട സബ്ഷെല്ലുകൾ എസ്, പി, ഡി, എഫ് ഇവയാണ് പ്രധാനപ്പെട്ട സബ്ഷെല്ലുകൾ. ഇത് 1, 2, 3, 4 അങ്ങനെ 4 സബ്ഷെല്ലുകളാണ് ഉള്ളത്. അപ്പം കെയുടെ നമ്പർ 1 ആണല്ലോ, അതിന് ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് മാത്രം. എല്ലിന്റെ നമ്പർ 2 ആണ്, അതിന് എസ്, പി എന്ന് പറയുന്ന 2 സബ്ഷെല്ലുകളുണ്ട്. എം എന്ന് പറയുന്ന നമ്പർ 3 ആണ്, അതിന്റെ സബ്ഷെല്ലുകൾ എസ്, പി, ഡി എന്നിങ്ങനെയാണ്. എൻ എന്ന് പറയുന്ന നമ്പർ 4 ആണ്, അതിന്റെ സബ്ഷെല്ലുകൾ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെ 4 സബ്ഷെല്ലുകൾ. അപ്പം കെ എന്ന് പറയുന്ന ഒരു സബ്ഷെല്ല് മാത്രം, എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് മാത്രം, എല്ലിന് 2 സബ്ഷെല്ല് എസും പിയും, എം എന്ന് പറയുന്ന 3 സബ്ഷെല്ലുകൾ എസ്, പി, ഡി എന്നിങ്ങനെയാണ്. എൻ എന്ന് പറയുന്നതിന് 4 സബ്ഷെല്ല് എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ്. അപ്പം ഇതിൽ എങ്ങനെയാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് കെ എന്ന് പറയുന്നത് 1ാമത്തെ ഷെല്ലാണ്. അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകൾ 2 ആണെന്ന് 2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 2 ഇലക്ട്രോണുകളെ ഇരിക്കത്തുള്ളൂ. അപ്പൊ എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഇരിക്കാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതുകൊണ്ട് കെയ്ക്കകത്ത് ആകെ ഇരിക്കുന്ന ഇലക്ട്രോൺസ് 2 എന്നാണ്. എൽ എന്ന് പറയുന്നതിന്റെ നമ്പർ 2 ആണ്. അതായത് 2 സബ്ഷെല്ലാണ് എസ്, പി. എസിനകത്ത് ഉൾക്കൊള്ളാവുന്ന അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. പിക്കകത്തിരിക്കാവുന്നതിന്റെ ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. അപ്പം 6 + 2 8 ഇലക്ട്രോൺസ് ആണ് എസിലും പിയിലും കൂട്ടിയിരിക്കുന്നത്. അതായത് എല്ലിൽ ആകെ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അടുത്ത എം എന്ന് പറയുന്നത് നമ്പർ 3 ആണ്. അതിന്റെ സബ്ഷെല്ലുകളുടെ എണ്ണം 3 ആണ്, എസ്, പി, ഡി. ഇതിൽ ഇലക്ട്രോൺസ് ഇരിക്കുന്നത് പറഞ്ഞാൽ എസിൽ 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്, ഡിയിൽ 10 ഇലക്ട്രോൺസ്. മൊത്തം 18 ഇലക്ട്രോൺസ് ആണ് എം എന്ന് പറയുന്ന ഷെല്ലിലുള്ളത്. അടുത്തത് എൻ എന്ന് പറയുന്നതിന് നമ്പർ 4 ആണ്. അതിന്റെ സബ്ഷെല്ലുകൾ എസ്, പി, ഡി, എഫ് എന്നിങ്ങനെയാണ്. ഇതിന്റെ സബ്ഷെല്ലുകൾ എഴുതുമ്പോൾ ഇതിന്റെ ഇലക്ട്രോൺസ് 2, 6, 10,
40. ഇങ്ങനെയാണ് അതിനകത്തിരിക്കുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. മൊത്തം 32 ഇലക്ട്രോൺസ് ആണ് ആ ഷെല്ലിൽ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഷെല്ലുകൾ എന്ന് പറഞ്ഞു, ഷെല്ലെന്ന് പറഞ്ഞ ഒരു വീടാണെങ്കിൽ അതിന്റെ സബ് ഷെല്ലുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് റൂമുകളാണ്. ആ റൂമുകളിലായിട്ടായിരിക്കും ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിക്കുന്നത്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചിട്ടുണ്ട്. കെ എന്ന് പറയുന്ന ഒന്നാമത്തെ ഷെല്ലാണ്, ഫസ്റ്റ് ഷെല്ലാണ്. ഷെല്ലിനകത്ത് കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിന്റെ നമ്പർ 1 ആണ്. സബ് ഷെൽ എന്ന് പറയുന്നത് എസ് ആണ്. അപ്പം 1s2 എന്നാണ് വരുന്നത്. അപ്പൊ 2 ഇലക്ട്രോൺസ് ഇരിക്കത്തുള്ളൂ. അപ്പൊ 2. അടുത്ത എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ലാണ്, സെക്കൻഡ് ഷെല്ലാണ്. അതിന്റെ നമ്പേഴ്സ് കൊടുക്കുന്നത് 2 എന്നാണ് അതിന്റെ നമ്പർ കൊടുക്കുന്നത്. സബ് ഷെല്ലുകൾ എസും പിയും ആണ്. 2 സബ് ഷെല്ലാണ്. നമ്പർ 2 ആയതുകൊണ്ട് 2 സബ് ഷെല്ല്. അതിനകത്ത് ഉൾക്കൊള്ളാവുന്ന അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം എസിൽ 2 ആണ്, പിയിൽ 6 ആണ്. അപ്പൊ 6 + 2 8 ആണ്. അതിനകത്ത് കൊള്ളാവുന്ന മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം. എം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്. അതിന്റെ നമ്പർ കൊടുക്കുന്നത് 3 എന്ന് തന്നെയാണ്. അപ്പൊ അതിന്റെ സബ് ഷെൽസ് എന്ന് പറഞ്ഞാൽ എസ്, പി, ഡി എന്നാണ്. എസിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്, പിയിൽ കൊള്ളാവുന്ന 6 ആണ്, ഡിയിൽ കൊള്ളാവുന്ന 10 ആണ്. മൊത്തം 18 ഇലക്ട്രോൺസ് ആണ് എം എന്ന് പറയുന്ന ഷെല്ലിൽ ആകെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എൻ എന്ന് പറയുന്നതിനകത്ത് സബ് ഷെൽസ് എന്ന് പറഞ്ഞാൽ എസ്, പി, ഡി. നമ്പർ കൊടുക്കുന്ന 4s, 4p, 4d, 4f. അതിനകത്തെ നമ്പേഴ്സ് നോക്കിക്ക്. എസിനകത്ത് 2, 2 മാക്സിമം. എസിനകത്ത് ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. പിക്കകത്ത് 6, ഡിക്കകത്ത് 10, എഫിനകത്ത് 14. മൊത്തം 32 ഇലക്ട്രോൺസ് ആണ് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതെന്ന് പറയും. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. നൈട്രജന്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പൊ പഴയ മെത്തേഡ് വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2,5 എന്നാണ്. പഴയ മെത്തേഡ് വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പം കെ എന്ന് പറയുന്ന ഷെല്ലിനാണ് 2 ഇലക്ട്രോൺ ഉള്ളത്. എൽ എന്ന് പറയുന്നതിനകത്താണ് 5 ഇലക്ട്രോൺസ് ഉള്ളത്. അപ്പൊ ബാക്കി നോക്കാം. നൈട്രജന്റെ 7 ആണ്. അപ്പം കെ എന്ന് പറയുന്നതിനകത്ത് 2 അല്ലേ. അപ്പൊ കെയുടെ നോക്കിക്ക് ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. 1s എന്ന് പറയുന്ന ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. അതിനകത്ത് 2 ഇലക്ട്രോൺസ് മാത്രമേ ഇരിക്കത്തുള്ളൂ. അതിനകത്ത് അത്രയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കെ എന്ന് പറയുന്ന ഷെല്ലിനും ഉള്ളൂ, സബ് ഷെല്ലിനും ഉള്ളൂ. അപ്പം കെയ്ക്കകത്ത് ഒരു സബ് ഷെല്ല് 1s, അതിനകത്ത് കൊള്ളാവുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 2, 1s2. അടുത്ത എൽ എന്ന് പറയുന്നത് 5 ഇലക്ട്രോൺസ് അല്ലേ. അടുത്ത് 2 സബ് ഷെല്ലാണ് എസും പിയും. അപ്പം 2s, 2p, രണ്ട് സബ് ഷെല്ലുകളാണ് ഉള്ളത്. 2sൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, 2s2. 2pക്കകത്ത് എത്രയാണ് വരുന്നത്? ബാക്കി 2 + 2 4 ആണ്. ആകെ എത്രയാണ്? 7 ഇലക്ട്രോൺസ് അല്ലേ. അപ്പൊ 2 + 2 4 + 3 അപ്പൊ എത്ര? 7 ഇലക്ട്രോൺസ്. 1s2, 2s2, 2p3. അടുത്ത ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയാൻ പോകുന്നത്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്. അതിന്റെ പഴയ മെത്തേഡ് വെച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2, 6 എന്നാണ്. 2, 6. ഇത് കെ ഷെല്ലിലാണ്, ഇത് എൽ ഷെല്ലിലാണ്. ഇത് എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നോക്കിക്കോ. 1s2 ഒന്നാമത് വരുന്നത്, ഒന്നാമത്തെ സബ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ 1s2. രണ്ടാമത് 2s2, 2p 4. അപ്പം 4 + 2 6 + 2 8. മൊത്തം 8 ഇലക്ട്രോൺസ് ആയിട്ട്. അപ്പം ഇവിടെ പിക്കകത്ത് 3 ആണെങ്കിൽ ഇവിടെ പിക്കകത്ത് 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. അടുത്ത വേറെ നോക്കാം. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്. സോഡിയത്തിന് അറ്റോമിക് നമ്പർ 11 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 281 എന്നാണ്. 281. അപ്പൊ ഇതിന്റെ ഷെല്ലുകൾ എന്ന് പറയുമ്പോൾ ഇത് കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. ഇവിടെ എം ഷെല്ലും കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഇത് എങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. 1s2, 2s2, 2p6. ഇപ്പൊ എത്ര ഇലക്ട്രോൺസ് ആയി? ഇപ്പൊ എൽ എന്ന് പറയുന്ന ഷെല്ലിന്റെ 2 സബ് ഷെല്ല് നമ്മൾ എഴുതി. അത് കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു. അതായത് പിക്കകത്ത് കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം ആകെ 6 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നമ്മൾ 6 കംപ്ലീറ്റ് ആയി. 6 + 4 എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺസ് ആയി. ഇനി 1 ഇലക്ട്രോൺ കൂടിയാണ്. അത് അടുത്ത ഷെല്ലാണ്. 3s എന്ന് പറയുന്ന ഷെല്ലിലേക്കാണ് പോകുന്നത്. അവിടെ വരുന്നത് 3s1 എന്നാണ് ഇലക്ട്രോൺസ് വരുന്നത്. ഇങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുന്നത്. സബ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ നിറയുന്നത് എനർജി ലെവൽ അനുസരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം 1sൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. അതിനുശേഷം പോകുന്നത് 2sലേക്ക്. 2s കഴിഞ്ഞാൽ പോകുന്നത് 2pയിലേക്ക്. 2p നിറഞ്ഞതിന് ശേഷം 3s നിറഞ്ഞതിന് ശേഷം 3p നിറഞ്ഞതിന് ശേഷം 4sന് ശേഷം 3d. അതായത് 3pക്ക് ശേഷം 4sൽ നിറഞ്ഞതിന് ശേഷമേ 3dയിലേക്ക് ഇലക്ട്രോൺസ് പോകത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 3dയെക്കാട്ടിലും എനർജി ലെവൽ കുറവാണ് 4sന്റെ കാട്ടിലും എനർജി കൂടുതലാണ് 3d. അതാണ് പ്രത്യേകത. അപ്പൊ 4sൽ നിറഞ്ഞതിന് ശേഷമേ 3dയിലേക്ക് പോകത്തുള്ളൂ. നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് നോക്കാം. ആദ്യം ആർഗണിന്റെ നമുക്ക് എഴുതി നോക്കാം. ആർഗണിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്, 18 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 1s2, 2s2, 2p6, 3s2, 3p6. ഇവിടെ നോക്കിക്കേ. 6 4 10, 16 2 18. ഇപ്പൊ 18 ഇലക്ട്രോൺസ് ആയി. എന്ന് പറഞ്ഞാൽ 3s2 നിറഞ്ഞതിന് ശേഷം 3pയിലേക്ക് പോകുന്നു. അതിൽ വലിയ കുഴപ്പമില്ല. തൊട്ടടുത്ത് നോക്കാം. പൊട്ടാസ്യം അറ്റോമിക് നമ്പർ 19 ആണ്, 19 ആണ്. അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എങ്ങനെ നോക്കാം.
1s2 2s2 2p6 3s2 3p6 ഇത്രയും നമ്മൾ എഴുതി വെച്ചു. 3p6ന് ശേഷം അടുത്ത് നമ്മൾ വരുന്നത് 3d എന്ന് പറയുന്ന ഷെല്ലാണ്. പക്ഷെ നമ്മളുടെ എനർജി ലെവൽ വരച്ചു വെച്ചിട്ടുണ്ട് 3pക്ക് ശേഷം പോകേണ്ടത് 4sലേക്കാണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ 18 ഇലക്ട്രോൺസ് ഇപ്പൊ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആർഗണിന്റെ അതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ള ഇനി ഒരു ഇലക്ട്രോൺ കൂടെ പൊട്ടാസ്യത്തിൽ ഒരു ഇലക്ട്രോൺ കൂടെ നമ്മൾ എഴുതാനുള്ളൂ. അത് എവിടേക്ക് പോകും? അത് 4sലേക്കാണ് പോകുന്നത്. 4s1 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 288 എന്നാണ് എന്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881 എന്നാണ് വരുന്നത്. അതിന് കാരണമാണ് നമ്മൾ പറഞ്ഞത് 3pക്ക് ശേഷം 4sലേക്ക് പോകുന്നത് കൊണ്ട്. അടുത്ത കാൽസ്യത്തിന്റെയും കൂടെ എഴുതാം. കാൽസ്യം അറ്റോമിക് നമ്പർ 20 ആണ് വരുന്നത്. 1s2 2s2 2p6 3s2 3p6 4s2 എന്നാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. 2882 എന്നാണ് കാൽസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമ്മൾ ആർഗണിന്റെയും കാൽസ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കാൽസ്യത്തിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ചുരുക്കി എഴുതുന്ന രീതി എങ്ങനെയാണെന്ന് കൂടി നോക്കാം. 18th ഗ്രൂപ്പ് എലമെന്റ്സ് ഉപയോഗിച്ചാണ് നമ്മൾ അതിനെ ചുരുക്കി എഴുതുന്നത്, ഷോർട്ട് ഫോം ആക്കി എഴുതുന്നത്. ഒന്നാമത്തെ എലമെന്റ് ഹീലിയം ആണ്, അതിനുശേഷം നിയോൺ ആണ്, ആർഗൺ ആണ്, ക്രിപ്റ്റോൺ ആണ്, സെനോൺ ആണ്, റഡോൺ ആണ്, ഓർഗനസൺ ആണ്. 18th ഗ്രൂപ്പിലെ എലമെന്റ്സിനെ എന്താണ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നൊക്കെ നമ്മൾ വിളിക്കും. നോബിൾ ഗ്യാസസ് ആണ്. ഈ നോബിൾ ഗ്യാസസ് വെച്ചിട്ടാണ് ഇതിനെ ചുരുക്കി എഴുതുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർഗണിന്റെ 3p6 വരെ ആർഗണിന്റെ നോക്കിക്കുക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. ഇവിടെ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് 3p6 വരെ ആർഗണിന്റെ തന്നെയാണ്. കാൽസ്യത്തിന്റെയും 3p6 വരെ ആർഗണിന്റെ തന്നെയാണ്. ബാക്കിയല്ലേ ഉള്ളൂ മാറ്റം വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ആർഗൺ നമ്മൾക്ക് ബ്രാക്കറ്റിൽ കൊടുത്താൽ ഇവിടെ കെയുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? കെയുടെ 4s1 പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? പൊട്ടാസ്യത്തിന്റെ ആർഗൺ ബ്രാക്കറ്റിൽ കൊടുത്ത് 4s1. കാൽസ്യത്തിന്റെ എങ്ങനെ എഴുതുന്നത്? ആർഗൺ അതുപോലെ തന്നെ കൊടുത്തതിന് ശേഷം 4s2 ബാക്കി വരുന്നത് മാത്രം എന്ന് പറഞ്ഞാൽ ആർഗണിന് മുമ്പാണ്, ആർഗണിന് ശേഷമാണ് ഈ ഇലക്ട്രോൺസ് ഒക്കെ വരുന്നത്, ഈ എലമെന്റ്സ് വരുന്നത്. അതിനുശേഷം വരുന്ന എലമെന്റ്സ് ആർഗൺ ഉപയോഗിച്ചും എന്താണ് ക്രിപ്റ്റോണിന് ശേഷം വരുന്ന എലമെന്റ്സിനെ ക്രിപ്റ്റോൺ ഉപയോഗിച്ചുമാണ് നമ്മൾ ചുരുക്കി എഴുതുന്നത്. ഇതാണ് ഷോർട്ട് ഫോം ആക്കി എഴുതുന്ന രീതി. അങ്ങനെയാണ് 18th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആയ ഹീലിയം, നിയോൺ, ആർഗൺ തുടങ്ങിയ എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ ചുരുക്കി എഴുതുന്ന രീതിയാണ് പറഞ്ഞത്. പൊട്ടാസ്യത്തിന്റെ 3p6 വരെ ആർഗണിന്റെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആർഗണിന്റെ ബ്രാക്കറ്റിൽ കൊടുക്കും. ബാക്കി വരുന്ന 4s1നെ അതിനുശേഷം എഴുതും. കാൽസ്യത്തിന്റെ എഴുതിയിരിക്കുന്ന 4s2 മാത്രമാണ് ബാക്കിയുള്ളത്. അതിന് മുമ്പ് വരെയാണ് ആർഗൺ ആണ്. അപ്പൊ നമ്മൾ ആർഗൺ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് 4s2 വരെ എഴുതി. ക്രിപ്റ്റോണിന്റെയും കോപ്പറിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്സെപ്ഷണൽ കേസാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കോപ്പറിന്റെ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സാധാരണ എഴുതുന്നത് എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 4s2. ഇപ്പൊ എത്രയായി? 6 4 10 18 2 20 4 കൂടെ 4s2. അപ്പൊ അടുത്ത ഏതാ? 3d4. ഇങ്ങനെയാണ് സാധാരണ നമ്മൾ എഴുതുന്നത്. പക്ഷേ ക്രോമിയത്തിന്റെ കേസിൽ ഇങ്ങനെയല്ല വരുന്നത്. അതിന് ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണ്, 10 ആണ്. ഒന്നെങ്കിൽ 10 കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആവുകയോ അല്ലെങ്കിൽ ഡിയിൽ 10 ഇലക്ട്രോൺസ്. അപ്പം എന്താണ് 10 ഇലക്ട്രോൺസ് വരികയോ 5 ഇലക്ട്രോൺസ് വരികയോ ചെയ്ത് കംപ്ലീറ്റ്ലി ഫിൽഡോ ഹാഫ്ലി ഫിൽഡോ ആണെങ്കിൽ അതിന് എന്താണ് സ്റ്റെബിലിറ്റി കിട്ടും. സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എപ്പോഴും ഒരു ആറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് സ്റ്റെബിലിറ്റി കിട്ടും. ഡി കംപ്ലീറ്റ് ആയിട്ട് നിറയുകയോ D5 പകുതി നിറയുകയോ ചെയ്താൽ എന്താണ് സ്റ്റെബിലിറ്റി കിട്ടും. അതിനാൽ ഇവിടെ ഡി എന്താണ് എപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാക്കാനോ അല്ലെങ്കിൽ ഹാഫ് ഫില്ലാക്കാനോ ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ 3Dയിൽ 4 അല്ലേ, അപ്പൊ അത് 5 ആക്കാൻ ശ്രമിക്കുമ്പോൾ 4sൽ ഒരെണ്ണം കൂടി എടുത്ത് 4s1 3d 5 എന്നുമാണ് വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s1 3d5 ഒരു എക്സെപ്ഷണൽ കേസാണ് ക്രോമിയത്തിന്റെ പറഞ്ഞത്. ഇനി കോപ്പറിനെ നോക്കാം. കോപ്പറിന്റെ എക്സെപ്ഷണൽ കേസ് വരുന്നത് നമ്മൾ സാധാരണ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 4s2 3d9 എന്നാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞത്. ഇവിടെ അതുകൊണ്ട് തന്നെ ഡിക്കകത്ത് 10 ഇലക്ട്രോൺസ് വരാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇവിടെ ഡിക്കകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 10 ആക്കിയതിനു ശേഷം 4sൽ 1 ആണ് വരുന്നത്. ഇതാണ് എന്താണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെ രണ്ട് എക്സെപ്ഷണൽ കേസ്. ബാക്കിയുള്ള ഇലക്ട്രോൺസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെറിയ വ്യത്യാസം മാത്രമാണ്. ഇത് എപ്പോഴും മിക്കവാറും എക്സാംസിന് ചോദിക്കുന്നതാണ്. അപ്പൊ എന്താണ് 4sനകത്ത് 1 ഇലക്ട്രോൺസ് ആണ് ക്രോമിയത്തിന്റെയും കോപ്പറിന്റെയും കേസിൽ വരുന്നത്.